നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ആഴ്ചകൾ മാത്രം അവശേഷിക്കെ പിണറായി സർക്കാരിനെതിരായ ശക്തമായ ഭരണവിരുദ്ധ വികാരം 2001 AK ആന്റണിയുടെ നേതൃത്വത്തിൽ UDF വലിയ വിജയം നേടിയതിന് തൊട്ടു മുൻപുള്ള രാഷ്ട്രീയ സാഹചര്യവുമായി ഏറെ സാമ്യമുള്ളതാണ്. UDF ശക്തമായ ജനകീയ മുന്നേറ്റം നടത്തിയാണ് 2001 AK ആന്റണിയുടെ നേതൃത്വത്തിൽ ഭരണമാറ്റം ഉറപ്പാക്കിയത്. ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് വന്നാൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF ഇടതു മുന്നണിയെ അപേക്ഷിച്ച് ഏറെ മുന്നിലാണ്. 2001 ആന്റണി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ പ്രധാനമായും ചർച്ചയായത് ഭരണസ്തംഭനമായിരുന്നുവെങ്കിൽ ഇന്ന് വികസന മുരടിപ്പും അഴിമതി ആരോപണങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും ധൂർത്തുമാണ് പിണറായി സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നത്. 2001 സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടതായിരുന്നു EK നായനാർ സർക്കാരിനെതിരെ ജനരോക്ഷത്തിലേക്ക് വഴിവെച്ചത്. സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്യുന്നതിലെ തടസ്സങ്ങളും സംസ്ഥാനത്തിന്റെ വർദ്ധിച്ചുവരുന്ന കടബാധ്യതയും രണ്ടാം പിണറായി സർക്കാരിന് സമാനമായ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. കിഫ്ബി വായ്പകൾ വഴി നടത്തുന്ന വികസനം ഭാവിയിൽ വലിയ കടക്കെണിയാകുമെന്നത് ജനങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്നു. 2001 അഴിമതി പ്രധാന ചർച്ചാ വിഷയമായിരുന്നെങ്കിൽ നിലവിലെ LDF സർക്കാരും സമാന വെല്ലുവിളികളാണ് നേരിടുന്നത്. സർക്കാരിന്റെ ദൂർത്തും മുൻഗണനാക്രമത്തിലെ പാളിച്ചകളും സജീവ ചർച്ചയാണ്. K-ഫോൺ, AI ക്യാമറ, ലൈഫ് മിഷൻ, വൈദ്യുതി കരാർ വിവാദം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, ശബരിമല സ്വർണ്ണക്കുള്ള ആരോപണങ്ങളും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെയുള്ള വിമർശനങ്ങളും ഭരണവിരുദ്ധ വികാരം അനുദിനം വർദ്ധിപ്പിക്കുന്നു. ദേശീയപാത വികസനത്തിനായി ഭൂമി വിട്ടു നൽകേണ്ടി വന്നവരുടെ അതൃപ്തി ചില പ്രദേശങ്ങളിൽ ഇപ്പോഴുമുണ്ട്. ഉയർന്ന നഷ്ടപരിഹാരം നൽകുന്നുണ്ടെങ്കിലും ജീവനോപാധി നഷ്ടപ്പെട്ടവരുടെ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. 2025 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ ഉജ്ജ്വല വിജയവും 2001 സമാനമായി ഒരു ഭരണമാറ്റത്തിന്റെ സൂചനയായി തന്നെ കണക്കാക്കാം. മുസ്ലിം വോട്ട് ധ്രുവീകരണവും ക്രൈസ്തവ വോട്ടർമാരുടെ തിരിച്ചുവരവുമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ UDF മുന്നേറ്റത്തിന്റെ പ്രധാന കാരണം. ഈ പ്രവണത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. ഇതിനൊപ്പം യുവജനങ്ങളുടെയും തൊഴിലില്ലാത്തവരുടെയും അതൃപ്തിയും UDFന് അനുകൂലമാണ്. കോൺഗ്രസ് ദേശീയതലത്തിൽ മുന്നോട്ട് വച്ച നായ് പദ്ധതിയുടെ കേരള പതിപ്പെന്ന നിലയിൽ ലക്ഷ്യ 2026 എന്ന ബദൽ വികസന മാതൃകയുമായാണ് UDF നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്നത്. ദരിദ്ര കുടുംബങ്ങൾക്ക് പ്രതിമാസം നിശ്ചിത തുക, ഭവനരഹിതർക്ക് 5 ലക്ഷം വീടുകൾ, ക്ഷേമ പെൻഷൻ പരിഷ്കരണം, നിയമനങ്ങളിലെ സുതാര്യത, ഉദ്യോഗാർത്ഥികൾക്കുള്ള മുൻഗണന, സ്ഥാനാർത്ഥിത്വത്തിൽ യുവജന വനിതാ വിഭാഗങ്ങൾക്ക് 50% പങ്കാളിത്തം, റോഡ് വികസനം, കാര്യക്ഷമമായ മാലിന്യ നിർമ്മാർജ്ജനം, സ്ത്രീ സുരക്ഷ, വന്യജീവി ആക്രമണത്തിന് പരിഹാരം, ആരോഗ്യ മേഖലയുടെ അനിശ്ചിതാവസ്ഥയ്ക്ക് പരിഹാരം എന്നിവ പുതു കേരളത്തിനായി കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നു.